നമ്മളെ ഓട്സ് പാടത്തിന്റെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓട്സ് ചെടിയിലാണോ പിടിക്കുന്നത്, ഓട്സിന്റെ ചെടി ആദ്യമായിട്ടാണ് കാണുന്നത്, ഗോതമ്പിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതായിട്ടാണ് കരുതിയത്, അപ്പോൾ ആ ചെടി നന്നായിട്ടൊന്ന് കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കരുതി ഓട്സ് പാടം ഒന്ന് കാണിച്ചു തരാമെന്ന്. കാരണം ഇപ്പോൾ ഓട്സിന്റെ സീസൺ ആണ്. അന്നയുടെയൊക്കെ പാടത്ത് അവർ ഓട്സ് നട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും പോയിട്ട് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. സമയം 11 മണിയായി രാത്രി. ഇവിടെ എല്ലാം ആണെന്നുണ്ടെങ്കിൽ ഇത് പാടത്തെല്ലാം ഫോഗ് ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ. വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോൾ തണുപ്പാണ്, വിൻ്ററായി തുടങ്ങുവാണല്ലോ. ഓട്ടമാകും ഉടനെ തന്നെ, പിന്നെ അങ്ങ് വിൻ്ററാവും. അപ്പോൾ തണുപ്പ് അങ്ങോട്ട് അടിച്ചു തുടങ്ങി. പകൽ ചൂടാണെന്നുണ്ടെങ്കിലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തണുപ്പാണ്. കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അതാ കണ്ടില്ലേ, എല്ലായിടും അങ്ങ് ഫോഗ് ഇങ്ങനെ അങ്ങ് മൂടി കിടക്കുക. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഫോഗ് ഇറങ്ങി കിടക്കുന്ന കാണാൻ. പാടത്ത് ആ പൂക്കളും പിന്നെ ആകാശത്തിന്റെ ആ ഒരു കളറും പെയിന്റിങ്സിലൊക്കെ കാണുന്ന പോലെ തോന്നുന്നു. സ്വർഗം പോലെ, അത്രയ്ക്ക് ഭംഗി. രാത്രിയാണിത്. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലേ, രാത്രിയെ ഇങ്ങനെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത്. കാരണം രാത്രിയിലൊന്നും ഇതിലേക്കുള്ള ഒരു വണ്ടി പോലും വരുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ളെങ്കിൽ നട റോഡിൽ വണ്ടി നിർത്തിയിട്ട് അതെ വീഡിയോ എടുക്കാം, കാഴ്ചകൾ കാണാം, അങ്ങനെ പോവാം. അപ്പൊ ഇതേ നമ്മളിപ്പോ നിക്കുന്നത് ഓട്സ് പാടത്താണേ. ഇതാ കണ്ടില്ലേ, ഓട്സ് ആണെന്നുണ്ടെ വിളഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, ഓട്സ് ചെടി നന്നായിട്ട് കാണിക്കണം എന്നാ പറഞ്ഞത്. അതെ, നല്ല രീതിയിലൊന്ന് കാണിച്ചു കൊടുത്തേര്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഇരിക്കും ഓട്സ് ചെടി. ഇതേ കണ്ടോ, നല്ല രീതിയിൽ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, എന്തോരം ഓട്സാ പിടിച്ചു കിടക്കുന്നേന്ന്. വലിയ പാടമാണ് ഓട്സ് പാടം. വാവ്, ഇത് കണ്ടോ എന്തോരം ഓട്സ് പിടിച്ചു കിടക്കുന്നേ അല്ലേ ശരി. ഓട്സ് ഇങ്ങനെ വിളഞ്ഞു വരുവാണ് കേട്ടോ. എന്തുമാത്രമാണ് നോക്കി, ഇവിടെ ഇഷ്ടം പോലെ ഓട്സിന്റെ അഭിഷേകമാണ്. കണ്ണെത്താ ദൂരത്ത് കിടക്കും. ഇത് എത്ര ഏക്കറാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇത് തീരത്തില്ല, അങ്ങനെ കിടക്കും. ഇത് നോക്കി എന്തോരം വലിയതാന്ന് നോക്കി. കഴിഞ്ഞ വർഷം അവരുടെ വീടിനോട് ചേർന്നായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഓട്സിന്റെ കൃഷി. അപ്പൊ ഇവരിങ്ങനെ മാറ്റി കൊടുക്കും. അതെ, 3 വർഷം കൂടുമ്പോൾ മാറ്റി കൊടുക്കും. അപ്പൊ ഈ വർഷം ഇവിടെ ചെയ്തിട്ടുള്ളത്. അവര് നമുക്ക് ലൊക്കേഷൻ പറഞ്ഞു തന്നു. അപ്പൊ നമ്മൾ വന്നതാണ് ഇപ്പൊ കാണാനായിട്ട് ഓട്സ് എങ്ങനെ എന്തായി വിളഞ്ഞോ എന്നൊക്കെ. വിളഞ്ഞു വരുന്നേ ഉള്ളൂ, കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയി വരും. ചിലതിനൊക്കെ കളർ ചേഞ്ച് ആയി വരുന്നുണ്ട് കണ്ടോ. ഈ ഗോതമ്പിന്റെ കളർ വരുമ്പോഴത്തേക്ക് അത് വിളഞ്ഞു എന്ന് അർത്ഥം. ഇങ്ങനെ പഴുത്ത് വരുമ്പോഴത്തേക്ക് ഇതേ ഇങ്ങോട്ട് നോക്കി, ഇതിനകത്ത് നിന്ന് ആ പാല് പോലത്തെ ആ സംഭവം കണ്ടോ. നെല്ല് പോലെ, നെല്ല് ഇങ്ങനെ തന്നെയാണ്. ഓട്സ് മിൽക്ക് എടുക്കുന്ന ഇങ്ങനെയാന്ന് തോന്നുന്നു. എനിക്കും തോന്നുന്നു ഇങ്ങനെയാണ്. ഇത് ഒരു പാടം മാത്രമാണ്, ഇതേപോലെ അവർക്ക് വേറെ ഒരുപാട് പാടങ്ങളുണ്ട്. ഏകദേശം 900 ഏക്കറോ എത്ര 1000 ഹെക്ടറോ ഇങ്ങനെ എന്താ പറയുന്നത് കേട്ട്. അങ്ങനെയൊക്കെയാണ് പാടമുള്ളത്. അപ്പൊ പലതും അവര് കൃഷി ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു കൂട്ടമാണിത്. ഗോതമ്പ്, ബാർലി, ഓട്സ്, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അതിനകത്തൊന്നാണ് ഓട്സ്. അപ്പൊ ഇതിന്റെ വിളവെടുപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് എന്തായാലും സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതെല്ലാം കാണിച്ചു തരാം. പിന്നെ അന്ന് ഞാൻ ആ ഷോർട്സ് ഇട്ട സമയത്ത് കുറച്ചു പേർക്ക് ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നയുടെ വീട്ടുകാരത് കൃഷി ചെയ്യുന്നത് അവരുടെ ഫാമിലേക്ക് കന്നുകാലികൾക്ക് തീറ്റയായിട്ട് കൊടുക്കാനാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു, കുറെ പേര് ഇങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാട്ടില് ഇതെല്ലാം നല്ലതാന്ന് കരുതി ആൾക്കാർ വാങ്ങിച്ചു കഴിക്കുന്നു, യൂറോപ്യൻ രാജ്യങ്ങൾ ഇതെല്ലാം കന്നുകാലികൾക്ക് കൊടുക്കുന്നു. ഇവിടെയും ആൾക്കാർ ഓട്സ് കഴിക്കാറുണ്ട്, എല്ലാവരും കഴിക്കാറുണ്ട്, ഞങ്ങൾ കഴിക്കാറുണ്ട്. ഡേ കെയറിൽ ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ആഴ്ചയിൽ ഏകദേശം 3 ദിവസം ഞങ്ങൾ കുട്ടികൾക്ക് ഓട്സ് തന്നെയാണ് അവിടെ കൊടുക്കുന്നത്. എല്ലാവരും കഴിക്കുന്നതാണ് ഓട്സ്. ഓട്സ് നല്ലൊരു ഭക്ഷണം തന്നെയാണ്. അപ്പോൾ ഇവർ കന്നുകാലികൾക്ക് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വലിയ ഫാമാണുള്ളത്, 2 ഫാമുകളും ഉണ്ട്. അതിലൊരുപാട് കന്നുകാലികളുണ്ട്. അപ്പോൾ അവർക്ക് തീറ്റയ്ക്കായിട്ടാണ് അവരിതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കൃഷി ചെയ്യുന്നത്. അവരുടെ വീട്ടിൽ അവർ ഓട്സ് കഴിക്കാറുണ്ട്, പക്ഷെ അവരിതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അവരുടെ ഇത്രയും വലിയ ഫാമിൽ കന്നുകാലികൾക്ക് തീറ്റ അവർക്ക് 1 വർഷത്തേക്ക് ശേഖരിച്ച് വെക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു തെറ്റിദ്ധാരണ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓട്സ് നല്ല ഒരു ഭക്ഷണം മാത്രമല്ല, സൗന്ദര്യവർദ്ധക വസ്തു കൂടിയാണ്. അങ്ങനെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. ഓട്ട് മിൽക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ എന്തൊക്കെയാ എനിക്ക് തന്നെ അറിയത്തില്ല. ഓട്സിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ അന്ന് ആ ഒരു വീഡിയോയിൽ ഒരുപാട് തെറ്റിദ്ധാരണ കുറേ പേർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആൾക്കാർ പറഞ്ഞു സായിപ്പന്മാർ അതെല്ലാം കാലിത്തീറ്റയായിട്ട് കൊടുത്തതിൻ്റെ ബാക്കി നമുക്ക് അയച്ചു വരുന്നു, നമ്മളത് ഔഷധം എന്നൊക്കെ കരുതി വാങ്ങിച്ച് കഴിക്കുന്നു എന്നൊക്കെ. അപ്പോൾ ഓട്സ് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു ആഹാരമാണ്. ഇവർ കന്നുകാലികൾക്ക് വേണ്ടിയിട്ട് ഓട്സ് മാത്രമല്ല, ബാർലി, ഗോതമ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. ഇതെല്ലാം നമ്മൾ നാട്ടിൽ കഴിക്കുന്നതല്ലേ. നമ്മൾ പറഞ്ഞത് അന്നയുടെ ഫാമിലിയെ പറ്റിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അവരത് കൃഷി ചെയ്യുന്നത് അവരുടെ ഫാമിലിയൊക്കെ ആവശ്യത്തിന് വേണ്ടിയാണ്. കാരണം അത്രയധികം ഫാമും കാര്യങ്ങളും കന്നുകാലികളും ഒക്കെ അവർക്കുണ്ട്. അപ്പോൾ അതിന് തീറ്റയ്ക്ക് വേണ്ടിയാണ് അവരത് ഉണ്ടാക്കുന്നത്. ഏകൂട്ടം വേണ്ട എല്ലാം പിച്ചെടുത്ത് നോക്കുകയാണ്. രാത്രിയാകുമ്പോ ഇപ്പൊ നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ഇതെല്ലാം വിളവാകും. കളറൊക്കെ മാറിയിട്ട് ഓട്ടമാകുമ്പോ തന്നെ തണുപ്പാവും. പിന്നെ
അപ്പൊ ഓട്സ് ചെടിയും ഓട്സ് പാടവും ഒക്കെ എല്ലാവരും നന്നായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു. ഗോതമ്പിൽ നിന്നാണ് ഓട്സ് വേർതിരിച്ചെടുക്കുന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ അങ്ങ് മാറിയില്ലേ? ഇവിടേക്ക് എത്തുന്നതിനൊക്കെ മുമ്പ് എന്റെയും തെറ്റിദ്ധാരണ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ഗോതമ്പിൽ നിന്നാണ് ഓട്സ് വേർതിരിച്ചെടുക്കുന്നതെന്ന്. എന്നെ പോലെ തന്നെ അങ്ങനെ കരുതിയിരുന്ന ഒരുപാട് പേരുണ്ടെന്ന് ആ ഒരു ഷോർട്സ് വീഡിയോ ഇട്ട സമയത്താണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും നമ്മുടെ വീഡിയോ കണ്ട് കുറച്ച് പേരെങ്കിലും ആ ഒരു തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നിന്ന് ഓട്സ് പാടത്തിന് മാത്രമല്ല, മൂടൽമഞ്ഞ് ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നതായി ഒരു സീനറി ഒക്കെ ഇങ്ങനെ പകർത്തിയെടുക്കുമ്പോണ്ടല്ലോ വല്ലാത്തൊരു സന്തോഷം. എന്തൊരു ഭംഗി അല്ലേടാ കൂട്ടാ, മഞ്ഞ് വീണിങ്ങനെ കിടക്കുന്നതാണ്, മൂടൽ മഞ്ഞ് ഇറങ്ങി കിടക്കുന്നതാണ്. അങ്ങോട്ട് നോക്കി ആ മരങ്ങളുടെയൊക്കെ ഭംഗി. തണുപ്പാ ആ മരങ്ങളുടെയൊക്കെ ഭംഗിയുണ്ടോ? രാത്രി ഒത്തിരിയായി സമയം. അപ്പൊ എന്തേ നമ്മള് പോവാണ്. അയ്യോ അങ്ങോട്ട് നോക്കിയേ, എന്നാ രസമാണേ, നല്ല ഭംഗിയുണ്ട്. കണ്ടിട്ടും മതിയാവുന്നില്ല, കണ്ടിട്ടും മതിയാവുന്നില്ല. വെളിയിൽ നിന്നിട്ടാണ് തണുക്കുകയും ചെയ്യും. അതെ, ഈ ഉച്ചക്ക് വന്നു കഴിഞ്ഞാല് ഈ ഭംഗി കിട്ടത്തില്ല, ഫോഗൊന്നും കിട്ടത്തൊന്നുമില്ല. വേറെ ഭംഗിയാണ് ഈ ഫോഗ് ഇറങ്ങുന്ന സമയത്ത്. വെയിലെല്ലാം പോയി കഴിയുമ്പോ ഉള്ള ആ വെട്ടം, ചെറിയ വെട്ടവും മൂടൽമഞ്ഞൊക്കെ ഇറങ്ങി കിടക്കുന്നത്. ഇപ്പൊ രാത്രിയാണ് ഓർക്കണം കേട്ടോ, ഇപ്പൊ 11:35 രാത്രി. അതെ, സമയം രാത്രി 11:35. 7 ഡിഗ്രിയാണ് കാണിക്കുന്നത്. തണുപ്പുണ്ടോ? അപ്പൊ നല്ല തണുപ്പുണ്ട്. ഇപ്പൊ രാത്രിയില് തണുപ്പാകും, ഉച്ചക്ക് വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ ചൂടുണ്ട്. അതെ, അധികം ചൂടില്ല, എന്നാലും ഒരു 10, 18, 19 അങ്ങനെയൊക്കെയാണ്. അതെ, നല്ല രസമുണ്ട്. ഇതൊക്കെ ഒരു സന്തോഷമാണ്. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് സന്തോഷിക്കാൻ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ തന്നെ ധാരാളമാണ്. ചില മൊമെന്റ്സ് ഒക്കെ ഈ സൺസെറ്റ് പോലെ തന്നെ, സൺസെറ്റ് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അതേപോലെ ഫോഗ് ഇറങ്ങുന്ന സമയം എല്ലാ ദിവസവും ഫോഗ് കാണത്തില്ല, നമ്മൾ നോക്കിയിരിക്കണം എന്നാണ് ഫോഗ് ഇറങ്ങുന്നത്. അവിടെ കണ്ടോ, അവിടെ ശരിക്കും ഫോഗ് ഉണ്ട്. കാടിനുള്ളിലൊക്കെ നല്ല രീതിയിലുണ്ട്. ആ ഭാഗത്ത് ചെറിയൊരു തടാകമുണ്ട്, അതിന്നുള്ളേ അതിനകത്ത് അതിന്റെ മുകളില തടാകത്തിന് മുകളിൽ ഇങ്ങനെ മൂടൽമഞ്ഞ് മൂടിക്കിടക്കും. അപ്പൊ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും കടലക്കറിയാണ്. കടലക്കറി കടല കുക്കറിൽ വേവുന്നു, ദോശമാവെല്ലാം പൊങ്ങിയിട്ടുണ്ട്. ഇതാ നമ്മുടെ പുതിയ ദോശച്ചട്ടി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ചട്ടി വാങ്ങിച്ചാൽ പിന്നെ അപ്പൊ ദോശ ഉണ്ടാക്കണമല്ലോ, അതിന് നമ്മള് ഇതാ ദോശ ഉണ്ടാക്കാൻ പോവാണ്. ഉപ്പിട്ട് ഇളക്കട്ടെ. പൊങ്ങി വന്നിട്ടുണ്ടല്ലേ മാവ്. നല്ല സാറ്റിസ്ഫൈങ് ആണ് ഇങ്ങനെ ഇളക്കി കൊടുക്കും അല്ലേ, നല്ലോണം മിക്സ് ചെയ്ത് മുഴുവനായിട്ട്. അതെ, ഇത് പാത്രത്തിൽ സ്ക്രാച്ച് വീഴല്ലോ നമ്മള്. അതാ പ്ലാസ്റ്റിക്കിന്റെ എടുത്തിട്ട് പിന്നെ പ്ലാസ്റ്റിക് ഉപയോഗിക്കും. ഓക്കെ, കുറവാണോ മാവ്? മാവ് കുറവാണോ? ആവശ്യത്തിനുണ്ട്. നമുക്ക് ചൂടായോ? ചട്ടി ചൂടായോ? ഇപ്പൊ ആദ്യത്തെ ദോശ മതി മതി മതി. കടലക്കറി ഇത് റെഡി ആയിട്ടിരിക്കുന്നു. പിന്നെ ഇത് ഏവക്കുട്ടൻ്റെ നെയ് റോസ്റ്റ് ആണ്. കുറച്ച് കട്ടിയുള്ള നെയ് റോസ്റ്റ്. നെയ് റോസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല ഇങ്ങനെ കനം കുറഞ്ഞിങ്ങനെ ഇരിക്കണം. നമ്മുടെ സ്വന്തം റെസിപ്പി, ടേസ്റ്റ് ഉണ്ട്. നെയ്യൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ രാവിലെ നല്ല നാടൻ ബ്രേക്ക്ഫാസ്റ്റ്, കേരളത്തനിമയുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിക്കുമ്പോൾ ഒരു സമാധാനമാണ്. ദോശയും കടലക്കറിയും. അതെ, ഏവക്കൂട്ടന് നെയ്റോസ്റ്റും പഞ്ചസാരയും പാലും. അങ്ങനെ ഏവക്കൂട്ടന്റെ കട്ടില് നമ്മൾ ഇതിൽ നിന്ന് മാറ്റി. അച്ഛേ അത് നിർത്തിക്കച്ചേ. അങ്ങനെ ഏവക്കൂട്ടന്റെ കട്ടില് നമ്മൾ ഇതിൽ നിന്ന് മാറ്റി അല്ലേ. കഴിഞ്ഞ ദിവസം ആണെങ്കിൽ ഭയങ്കര ഇടിയായിരുന്നു, രാത്രിയിലും നല്ല മഴയുണ്ടായിരുന്നു, ഭയങ്കര ഇടിയായിരുന്നു. ഇനി അപ്പുറത്താ. അപ്പൊ ഏവക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ഇടിയുടെ സൗണ്ട് ഭയങ്കര പേടിയാ. ചെറുതായിട്ടൊന്ന് ഇടി കെട്ടിയ ആടനെ കുഞ്ഞിന് പേടിയാ അല്ലേ. പിന്നെ ഇപ്പൊ ഇരുട്ടുമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ ഭയങ്കര ഡാർക്കായിരിക്കും. അപ്പൊ ഏവക്കൂട്ടൻ എന്ത് ചെയ്തു, നമ്മുടെ റൂമിലോട്ട് തന്നെ ഏവക്കൂട്ടന്റെ ബെഡ് മാറ്റിയിട്ടുണ്ട്. ആ കസേര സോഫ ഇങ്ങോട്ട് മാറ്റി അല്ലേ. അടുത്ത സമ്മർ ആകുമ്പോ ഈ റൂമിൽ പിന്നെ വരത്തില്ലേ? ആ അതെ, കുഞ്ഞിനെ അപ്പൊ മാറി ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ചേഞ്ച് ഒക്കെ വേണം. അപ്പൊ കുഞ്ഞ് നമ്മൾ പറയുന്ന എല്ലാം കേൾക്കുന്ന കുഞ്ഞാ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പുറത്ത് കാണിച്ചു കൊടുക്കാം. പിന്നെന്താ അച്ഛ അപ്പൊ ഇവിടെ എല്ലാം ഒന്ന് റെഡി ആക്കുവാണല്ലേ. ഇനിയിപ്പൊ അച്ഛ ഈ റൂമിൽ ഇങ്ങനെ ഇവിടെ ഇരുന്നോണ്ടായിരിക്കും അച്ഛയുടെ ഫോണിൽ കളികള്. ഇതേ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ തോന്നുന്നില്ലല്ലോ. അപ്പൊ അതെ, ഇതാണ് ഏവക്കൂട്ടന്റെ ബെഡ്. ഏവക്കൂട്ടന്റെ ബെഡ് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. എന്റെ കട്ടിൽ ഇതാണ്. അതെ, ഇറങ്ങും കുഞ്ഞങ്ങോട്ട്. അപ്പൊ കുഞ്ഞിന് തൊട്ട് ഇവിടാണ് കുറച്ച് ദിവസം കിടക്കുന്നത്. സ്വന്തം കട്ടിലല്ല കിടക്കുന്നത് അല്ലേ. അല്ലേ ഏവക്കൂട്ടാ?
അപ്പൊ അതെ അച്ഛയുടെ കട്ടിൽ ഇവിടെ, ഏവക്കുട്ടന്റെ കട്ടിൽ അവിടെ, എൻ്റെ കട്ടിൽ ഇവിടെ. അതെ, എല്ലാവർക്കും ഓരോ കട്ടിലാണ് ഈ റൂമില്. കാരണം ഉറങ്ങുമ്പോ എല്ലാവർക്കും നല്ല രീതിയിൽ ഉറങ്ങണമല്ലോ. ഒറ്റയ്ക്ക് കിടക്കണം, എല്ലാവർക്കും ഒറ്റയ്ക്ക് കിടക്കണം. അങ്ങനെയാ. അതെ, എപ്പോഴും ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റും. ഇടയ്ക്ക് അച്ചയ്ക്കും ആയത്തിക്കും ഒരുമിച്ച് ഇവിടെ കിടക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാ. അതെ, ഉറങ്ങാൻ നേരം എല്ലാരും അവരവരുടെ കട്ടിലേ പോവും. കുറെ നേരം ഒരുമിച്ച് ഇവിടെ കിടക്കും അല്ലേ? അങ്ങനെയൊക്കെയാണ്. ഏവക്കുട്ടനെ നമ്മൾ സെപ്പറേറ്റ് ആയിരുന്നു കിടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ശീലിപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മഴയൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു. അതോടൊപ്പം ഇടിയും വെട്ടി. ഭയങ്കര ഞാൻ തന്നെ പേടിച്ചു പോയ ഇടിയായിരുന്നു കേട്ടോ. ആ ഇടിയിൽ നമ്മുടെ കറണ്ടും പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ വീട്ടിൽ നല്ല ഇരുട്ടുമായി. ഇപ്പോൾ ഇരുട്ടായി തുടങ്ങുന്നുണ്ട്. രാത്രി ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം ഇരുട്ടുമുണ്ട്. അപ്പോൾ വീടിൻ്റെ ഉള്ളിലെല്ലാം ഇരുട്ടുമായി. അപ്പോൾ ഏവക്കുട്ടൻ എഴുന്നേറ്റിരുന്ന് പേടിച്ചിട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ, എപ്പോഴും വെട്ടം ഉണ്ടായിരിക്കുമല്ലോ, ചെറിയൊരു വെട്ടം ഉണ്ടായിരിക്കും. ഞങ്ങൾ ചെറിയ ലൈറ്റ് ഇട്ടിട്ടൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ അവൾക്ക് ഉണരുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഡോറും തുറന്നിട്ടിട്ടാണ് കിടക്കുന്നത്. അങ്ങനെയാണ് ശീലിപ്പിച്ച് വെച്ചേക്കുന്നത്. അപ്പം ഈ ഇരുട്ടുമായി കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിന് പെട്ടെന്ന് അങ്ങ് പേടിച്ചിട്ട് കരയാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തി. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓക്കെ ആക്കി. കറണ്ട് വന്നിട്ട് പിന്നെ അവൾ അപ്പുറത്ത് പോയി കിടന്നില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കിടക്കാൻ പോയപ്പോഴത്തേക്കും ചെറിയൊരു പേടി ഇങ്ങനെ ആലോചിച്ച് അപ്പോഴും നമ്മൾ കരുതിയെങ്കിൽ പിന്നെ അവളുടെ ബെഡൊന്ന് മാറ്റിയേക്കും. കാരണം അല്ലെങ്കിൽ പിന്നെ എപ്പോഴും ആ ഒരു ഭയം തന്നെ അവൾക്കായിരിക്കും. ഇതൊന്നും മറക്കട്ടെ, ഈ ഒരു സിറ്റുവേഷൻ മറക്കട്ടെ, ആ ഒരു പേടി അങ്ങ് മാറട്ടെ എന്ന് കരുതിയിട്ട്, ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി നമ്മൾ ബെഡ് ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്. ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പതിയെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവളുടെ റൂമിൽ വേറെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചേഞ്ചസ് കൊണ്ട്, ഒരു കർട്ടൻസോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ ഓർഡർ ചെയ്ത് മാറ്റിയിട്ട് അവളെ കൊണ്ട് തന്നെ റൂമെല്ലാം ഒന്ന് സെറ്റ് ചെയ്യിച്ചിട്ട് പിന്നെ പതിയെ അങ്ങോട്ട് മാറ്റാമെന്നാണ് കരുതുന്നത്. കുഞ്ഞു കുട്ടിയല്ലേ, അവളെല്ലാം പതിയെ പഠിച്ചോളും. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ടെൻഷൻ അടിപ്പിക്കണ്ട. അപ്പോൾ ഒറ്റയ്ക്ക് കിടക്കാൻ അവൾക്ക് ഭയമില്ലാത്ത ഒരാളായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഇങ്ങനൊരു ഭയമായത്. അത് ആ ഇരുട്ടായി, കറണ്ട് പോയി, ഇടി അവൾക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അവൾ എങ്ങനെയെങ്കിലും മറന്നു കഴിയുമ്പോഴത്തേക്ക് പതിയെ വീണ്ടും അവളുടെ ബെഡ് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ നമ്മുടേതായിട്ടുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങളും അവിടെ പഠിപ്പിച്ചെടുക്കുന്നത്. അവൾക്ക് അധികം സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നും കൊടുക്കുകയും ചെയ്യരുത്. അന്ന് അവളെല്ലാം പഠിക്കുകയും വേണം. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. അപ്പം ഇനി വേറെ എന്തെങ്കിലും ഒരു കളറിലെ വേറെ എന്തെങ്കിലും തേമില്ല. ഇപ്പോൾ എല്ലാം ഹലോ കിറ്റി ആണല്ലോ അവളുടെ റൂമിൽ വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആയിട്ടുള്ള കാർട്ടൂണിലെ ഫ്രോസൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മാറ്റിയിട്ട് പതിയെല്ലാം അവളെ കൊണ്ട് തന്നെ ചെയ്യിച്ച് കഴിയുമ്പോഴത്തേക്ക് അവൾക്ക് ഒരു ഇൻട്രസ്റ്റ് ആവും അവളുടെ സ്വന്തം റൂമിൽ കിടക്കാനൊക്കെ ആയിട്ട്. ഇപ്പം എന്തായാലും നമ്മൾ ഒരേ റൂമിൽ പല കട്ടിലാണ് എല്ലാവരും കിടക്കുന്നത്. കിടക്കുമ്പോൾ എല്ലാവർക്കും സുഖമായിട്ട് കിടക്കണമല്ലോ. പിന്നെ ഏവക്കുട്ടനാണ് ആദ്യം ഉറങ്ങുന്നത്. നമ്മുടെ വീട്ടിൽ ഏവക്കുട്ടൻ ആദ്യം ഉറങ്ങും. അപ്പോൾ ആ സമയത്ത് അവളുടെ കൂടെ നമ്മൾ ചെന്നിരിക്കും, ഇച്ചിരി കാര്യങ്ങളൊക്കെ പറയും, വർത്താനമൊക്കെ പറയും, കെട്ടിപ്പിടിച്ചൊക്കെ ഇച്ചിരി നേരം കിടക്കും. അത് കഴിയുമ്പോൾ അവളങ്ങ് കിടന്ന് ഉറങ്ങുകയും ചെയ്യും. പിന്നെ രാവിലെ നേരത്തെ എണീക്കുന്നത് അവളാണ്. നമ്മൾ താമസിച്ചായിരിക്കും എണീക്കുന്നത്. അപ്പോൾ അവളുടെ റൂമിൽ നിന്ന് എണീറ്റ് നമ്മുടെ അടുത്ത് വന്ന് കിടക്കുക, എന്നിട്ട് നമ്മളോടൊപ്പം എഴുന്നേറ്റ് വരിക. അങ്ങനെയൊക്കെയാണ് അവളുടെ ശീലം. എന്തായാലും ഇപ്പോൾ ഇനി കുറച്ച് നാൾ ഇങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പതിയെ ചേഞ്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നും നമ്മളിത് ഫിഷിങ്ങിന് വന്നതാണേ. വന്നപ്പോഴത്തേക്ക് അച്ചയ്ക്കെന്തോ അച്ഛ കിട്ടിയത് കാണിച്ചേ, ഓക്കെ കാണിച്ചേ. ഊരുന്നതിന് മുന്നേ കാണിക്കേ. ആണോ? അയ്യോ അയ്യോ ഓക്കെ. സൂക്ഷിച്ച് ഏതാ ചൂണ്ട. ആ വിട്. ഓക്കെ. വിട്ടല്ലേ അങ്ങ്. അപ്പം ഏവക്കുട്ടനും അച്ഛയും കൂടെ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛയ്ക്ക് ഒരു ചെറിയ പൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ റിലീസ് ചെയ്ത് അല്ലേ? ബേബി പൈക്കായിരുന്നു. അതിനെ അങ്ങ് റിലീസ് ചെയ്ത്. കേൾക്കത്തില്ല അച്ഛാ, കാറ്റ് ഭയങ്കര കാറ്റുണ്ട്. അയ്യോ എന്തൊരു കാറ്റാ. പക്ഷെ തണുപ്പ് കിട്ടൂല കേട്ടോ, നല്ല ചൂടുള്ളൊരു ദിവസമാണ്. അപ്പം അച്ഛനും മോളും കൂടെ ഏവക്കുട്ടന് വെറുതെ ചൂണ്ട ഇങ്ങനെ കൊടുത്തേ, അവളപ്പോൾ വെറുതെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതിൽ. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. പിന്നെ അവർ ലൈസൻസൊക്കെ ചെക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ടായിരുന്നു തോന്നുന്നു. അവർ വന്നിട്ട് ലൈസൻസൊക്കെ, അതായത് ലോക്കൽ ഫിഷർമാൻസാണ്, അവർക്ക് അതൊക്കെ ചെക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അവർ വന്നിട്ട് നോക്കും. നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ട്, 1 വർഷത്തേക്കുള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല. അതെ, അതൊക്കെ അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കും അവർ. അതെ, ഇത്തരം ചൂണ്ട ഇടുന്നുണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇത്തരം ചൂണ്ട ഇട്ട് കഴിഞ്ഞാൽ ഇതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും, നല്ല ഫൈൻ കിട്ടും. നമുക്ക് എന്തായാലും അങ്ങനത്തെ ഫൈനൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അറിയത്തില്ല എത്ര യൂറയാണെന്ന് തോന്നുന്നു. ഏവക്കുട്ടന് വല്ല മീമെല്ലാം കിട്ടിയോ?
കൊത്തി 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 എടുത്തോണ്ട് വരുന്നുണ്ടല്ലോ. അത് തീറ്റയൊന്നുമില്ല, ഏവക്കൂട്ടം വെറുതെ ഇടുന്നതാ. അച്ഛനും മോളും കൂടി ഇന്ന് അച്ഛക്കും തീറ്റയൊന്നുമില്ല, വെറുതെ അങ്ങ് ഇടുക. ഒരു പ്രാവശ്യം മീൻ കിട്ടിയായിരുന്നു. ഇന്നലെ അച്ഛനും മോളൂടെ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛയ്ക്ക് അന്നേരം അച്ഛൻ പറഞ്ഞു വലിയൊരു മീനിനെ കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം അതിങ്ങനെ ഇതിനെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് രാത്രി കിടക്കാൻ നേരം ഏവക്കൂട്ടം പറഞ്ഞു അച്ഛൻ കള്ളം പറയുക, അച്ഛക്ക് മീനൊന്നും കിട്ടിയില്ല. ഇപ്പൊ കണ്ടോ അച്ഛക്ക് മീൻ കിട്ടിയത്? ഇന്ന് രണ്ടുപേരും കൂടെ കൊമ്പനെ പിടിച്ചോണ്ട് വരും. അവർക്കാണെങ്കിൽ ഒന്നും കിട്ടിയില്ലെന്നു. കുറെ നേരമായിട്ട് അവരവിടെ നിന്നിടുമായിരുന്നു. നമുക്ക് മീൻ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. എന്നിട്ട് അവരങ്ങോട്ട് നോക്കിയോ, അങ്ങോട്ട് മാറിയിടുന്നു, ഇങ്ങോട്ട് മാറിയിടുന്നു, പല വഴിക്ക് മാറി മാറി ഇടുന്നുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും കിട്ടിയില്ല. അച്ഛക്ക് മാത്രം കിട്ടിയപ്പോൾ ഒരു സന്തോഷം. അവരുടെ ഇടയിൽ ഒരു ഇങ്ങനെ